ഫ്രാൻസിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് തിരിച്ചടി എന്ന വാർത്ത ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോൾ തീവ്ര വലതുപക്ഷ പാർട്ടിക്കാണ് മുന്നേറ്റം. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ ഞായറാഴ്ച നടക്കുമെന്നും അറിയുന്നു. മെറിൻ മേരി ചാക്കോ ചേരുകയാണ് നമുക്കൊപ്പം ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് മെറിൻ മേരി ചാക്കോ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചത്? ഗുഡ് മോർണിംഗ് SKN. ഫ്രഞ്ച് പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള നാഷണൽ റാലിക്കാണ് ഇപ്പോൾ മുന്നേറ്റമുണ്ടായിരിക്കുന്നത്. മരിയൻ ലീപ്പെനും ജോർദാൻ ദോർദലയും നയിക്കുന്ന ഈ ഒരു പാർട്ടി 3-2 ഭൂരിപക്ഷം നേടിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു വലതു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 20 ദിവസങ്ങൾ മാത്രമാണ് പ്രചാരണത്തിൽ ലഭിച്ചത്. ഈ ഒരു പ്രചാരണ വേളയിലെല്ലാം തന്നെ നാഷണൽ റാലി പ്രധാനമായ വിഷയങ്ങളായി കുടിയേറ്റ വിഷയങ്ങളും അതുപോലെ തന്നെ നികുതി പരിഷ്കാരങ്ങളും എല്ലാം തന്നെ ചർച്ചയാക്കി. ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രചാരണം നടത്താൻ സാധിച്ചു. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ റെക്കോർഡ് വോട്ടെടുപ്പാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 40 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അല്ലെങ്കിൽ അന്തിമ വോട്ടെടുപ്പ് ഞായറാഴ്ച നടക്കും. ആ ഒരു ഞായറാഴ്ച തന്നെ നാഷണൽ റാലി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ആ ഒരു രീതിയിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫലം എന്തായാലും രാജിവെക്കില്ല എന്ന് തന്നെയാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2027 വരെ അദ്ദേഹത്തിന് പ്രസിഡന്റ് പദവിയിൽ തുടരാനാകും. പ്രധാനമായും 28-കാരനായിട്ടുള്ള ജോർദാൻ ദോർദലെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായതെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം കാലാവധി പൂർത്തിയാക്കാൻ 3 വർഷങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇമ്മാനുവൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ മന്ത്രിമാരെല്ലാം ചോദിച്ചു, ഈ ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്? ഒളിമ്പിക്സ് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ രാജ്യത്തിന് അനാവശ്യ ചിലവാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കും, അതായത് വലതുപക്ഷത്തിനും തീവ്ര ഇടതുപക്ഷത്തിനും ഇടയിൽ മധ്യ നിലപാട് പിന്തുടരുന്ന തന്റെ പാർട്ടിക്ക്, റിസംബിൾ പാർട്ടിക്ക് മുന്നേറാനാകും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ വിദഗ്ധർ അതെല്ലാം വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ ഒരു തീരുമാനങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടി നേരിട്ടു എന്ന് തന്നെയാണ് ആദ്യഘട്ട ഫലപ്രഖ്യാപനം വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 39-ാം വയസ്സിലാണ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ചിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം 2022-ലും അദ്ദേഹം നിസ്സാരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിനാണ് അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ നിർണായക തീരുമാനങ്ങളെല്ലാം വരുമ്പോൾ പ്രതിപക്ഷവുമായി പലപ്പോഴും ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു തീരുമാനം, മാക്രോൺ എടുത്ത തീരുമാനം അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസ് ഇപ്പോൾ വലതുപക്ഷത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. അന്തിമ ഫലം ഞായറാഴ്ച അറിയാൻ സാധിക്കും. 28-കാരനായിട്ടുള്ള ജോർദാൻ ദോർദല ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാകാനും സാധ്യതയുണ്ട്. SKN. മെറിൻ, മറ്റൊരു വാർത്ത വരുന്നത് ഈ ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. ബാലിസ്റ്റിക് മിസൈൽ, അത് ആണവായുധങ്ങൾ വഹിക്കാനുള്ള ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അമേരിക്കയ്ക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു എന്ന രീതിയിലും ദക്ഷിണ കൊറിയയിൽ നിന്ന് വാർത്ത വരുന്നുണ്ടല്ലോ, വിവരങ്ങൾ? SKN. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ. 2 മിസൈലുകളാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഇത് ദക്ഷിണ കൊറിയയുടെ സൈനിക കമാൻഡർ തന്നെ സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഈ ഒരു പരീക്ഷണം നടന്ന വിവരം അമേരിക്കയും ജപ്പാനെയും ആ വിവരങ്ങളെല്ലാം തന്നെ ഇവർ കൈമാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇപ്പോൾ ദക്ഷിണ കൊറിയ അമേരിക്കയും ജപ്പാനുമായി ചേർന്ന് സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഈ സൈനികാഭ്യാസത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉത്തര കൊറിയ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യങ്ങൾ നിറച്ച ബലൂണുകൾ ഉത്തര കൊറിയ പറത്തിവിട്ടിരുന്നു. അതിനുശേഷം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളും റൺവേ അടച്ചു, വിമാന സർവീസുകളെല്ലാം നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഈ ഒരു സംഘർഷം അതിൻ്റെ ഏറ്റവും പാരമ്യതയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ദക്ഷിണ കൊറിയ രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കും ജപ്പാനും കൈമാറിയിരിക്കുന്നു. നേരത്തെ അതിർത്തിയിലെല്ലാം തന്നെ ഇപ്പോൾ നിരന്തരം സൈനികാഭ്യാസം ഇപ്പോൾ ദക്ഷിണ കൊറിയ സംഘടിപ്പിക്കുന്നുണ്ട്. ഉത്തര കൊറിയ റഷ്യയോട് അടുക്കുന്നത് ആശങ്കയോട് തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ നോക്കുന്നത്. കാരണം പുടിൻ ഇപ്പോൾ ഉത്തര കൊറിയയിൽ സന്ദർശനം നടത്തി. അവർ തമ്മിൽ സൈനിക കരാറിൽ ഒപ്പുവെച്ചു. വിദേശ ആക്രമണം ഉണ്ടായാൽ പരസ്പരം സഹായിക്കുന്നതിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സമ്മാനങ്ങളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലിമോസിൻ കാറുകളടക്കം പുടിൻ സമ്മാനിച്ചത് വാർത്തയായിരുന്നു. ഇതെല്ലാം വളരെ ആശങ്കയോടുകൂടെ തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയ നോക്കുന്നത്. എന്തായാലും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്കും ജപ്പാനും കൈമാറിയിരിക്കുന്നു. രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു മെറിൻ മേരി ചാക്കോ.